Hi friends, welcome to my channel Malayalam English James and I'm James. ഇന്നൊരു പുതിയ ടോപ്പിക്കാണ് കേട്ടോ. ദെൻ, അപ്പോൾ അല്ലെങ്കിൽ അത് ഇനിയൊരു മീനിങ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ദെൻ, അപ്പോൾ. ആ ദെന്നിന് രണ്ടർത്ഥമുണ്ട്, അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അപ്പോൾ. പുതിയതായിട്ട് വന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആൾ ഫാമിലി മെമ്പേഴ്സ് ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യണം. വാല്യുബിൾ സപ്പോർട്ട് യു ആർ ഗിവിങ്. ഐ എം ഹാപ്പി. മൈ ഹാർട്ട്ഫുൾ താങ്ക്സ് ടു യു ഓൾ. മേ ഗോഡ് ബ്ലെസ് യു. നമുക്ക് വീട്ടിലോട്ട് പോകാം കേട്ടോ. ഞാൻ വീട്ടിൽ 10 മണിക്ക് എത്തും. അപ്പോൾ നീ വിളിക്കുക. ഐ വിൽ റീച്ച് ഹോം അറ്റ് 10 o'clock. അപ്പോൾ നീ വിളിക്കുക. അപ്പോൾ then you call. I will reach home at 10 o'clock. Then you call. ഞാൻ വീട്ടിൽ 10 മണിക്ക് എത്തും. അപ്പോൾ നീ വിളിക്കുക. പരീക്ഷ റിസൾട്ട് നാളെ വരും. പിന്നെ അപ്പോൾ നീ തീരുമാനിക്കുക. പരീക്ഷ റിസൾട്ട് നാളെ വരും. അപ്പോൾ നീ തീരുമാനിക്കുക എന്താ പഠിക്കേണ്ടതെന്ന്. എക്സാം റിസൾട്ട്സ് വിൽ പബ്ലിഷ് ടുമോറോ. ദി എക്സാം റിസൾട്ട്സ് വിൽ പബ്ലിഷ് ടുമോറോ. Then you decide what to study. പരീക്ഷ റിസൾട്ട് നാളെ വരും. അപ്പോൾ നീ തീരുമാനിക്കുക എന്താ പഠിക്കേണ്ടത്. Then you decide what to study. ബസ് ഇപ്പോൾ ഇവിടെ വരും. അപ്പോൾ നമുക്ക് പോകാം. ബസ് ഇപ്പോൾ ഇവിടെ വരും. അപ്പോൾ നമുക്ക് പോകാം. ബസ് വിൽ കം നൗ ഹിയർ. അല്ലെങ്കിൽ ബസ് വിൽ കം ഹിയർ നൗ. Then we can go. ബസ് വിൽ കം ഹിയർ നൗ. Then we can go. ബസ് വിൽ കം ഹിയർ നൗ. Then we can go. ഇതുപോലെ പറഞ്ഞ് വായിൽ തന്നെ പ്രാക്ടീസ് ആകണം. ബസ് ഇപ്പോൾ ഇവിടെ വരും. അപ്പോൾ നമുക്ക് പോകാം. Bus will come here now, then we can go. Bus will come here now, then we can go. Bus will come here now, then we can go. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ബസ് ഇപ്പോൾ ഇവിടെ വരും. നമുക്ക് പോകാം. ബസ് വിൽ കം ഹിയർ നൗ, ദെൻ വി ക്യാൻ ഗോ. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തമാശ പറഞ്ഞ പോലെ കളിച്ചുകൊണ്ട് പഠിക്കുക. ഇംഗ്ലീഷ് തമാശ പോലെ തന്നെ വരും. പ്രാക്ടീസ്. വൈകുന്നേരം അച്ഛൻ വീട്ടിൽ കാണും. അപ്പോൾ നീ വിളിക്കുക. അച്ഛൻ വീട്ടിൽ കാണും. അപ്പോൾ നീ വിളിക്കുക. ഫാദർ വിൽ ബി അറ്റ് ഹോം ഇൻ ദി ഈവനിങ്. then you call. ഫാദർ വിൽ ബി അറ്റ് ഹോം ഇൻ ദി ഈവനിങ്, then you call. മനസ്സിലായോ? ഫാദർ വിൽ ബി അറ്റ് ഹോം ഇൻ ദി ഈവനിങ്, then you call. ഡോക്ടർ ചികിത്സിക്കും, അന്നേരം പനി ഭേദമാകും. അന്നേരം പനി സുഖമാകും. ഡോക്ടർ വിൽ ട്രീറ്റ്, then ഫീവർ വിൽ ക്യൂർ. അങ്ങനെ പറയാം. HEAL ഹീൽ എന്നും പറയാം. CURE ക്യൂർ, സൗഖ്യമാകുക. ഡോക്ടർ ചികിത്സിക്കും, അപ്പോൾ പനി സൗഖ്യമാകും. ഡോക്ടർ വിൽ ട്രീറ്റ്, ദെൻ ഫീവർ വിൽ ഹീൽ അല്ലെങ്കിൽ ഫീവർ വിൽ ക്യൂർ. നീ ഇൻ്റർവ്യൂ പാസ്സാകും, അപ്പോൾ നിനക്ക് ജോലി കിട്ടും. You will pass the interview, then you will get a nice job. You will pass the interview, then you will get a nice job. എങ്ങനെ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കി. You will pass the interview, then you will get a nice job. അത്രയേ ഉള്ളൂ. ചിരിക്കുക. ഇംഗ്ലീഷ് വന്നു കഴിഞ്ഞു. പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ എന്നുള്ള ദെന്ന് നോക്കി. അപ്പോൾ ദെൻ. ഇനിയിപ്പോൾ അതിൻ്റെ ഇനിയൊരു അർത്ഥം കൊണ്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് നോക്കാവാ. നിനക്ക് കാപ്പി ഇഷ്ടമല്ല, അങ്ങനെയാണെങ്കിൽ നീ ചായ കുടിക്കുക. അങ്ങനെയാണെങ്കിൽ നീ ചായ കുടിക്കുക. യു ഡോണ്ട് ലൈക്ക് കോഫി, ദെൻ യു ഡ്രിങ്ക് മിൽക്ക്. അല്ലെങ്കിൽ യു ഡോണ്ട് ലൈക്ക് ടീ, ദെൻ യു ഡ്രിങ്ക് കോഫി. അങ്ങനെ പറയും. യു ഡോണ്ട് ലൈക്ക് ടീ, നിനക്ക് ചായ ഇഷ്ടമല്ല, ദെൻ യു ഡ്രിങ്ക് കോഫി. അപ്പോൾ നീ അങ്ങനെയാണെങ്കിൽ കാപ്പി കുടിക്കുക. നിനക്ക് കാപ്പിയും ചായയും ഇഷ്ടമല്ല, അങ്ങനെയാണെങ്കിൽ നീ പാല് കുടിക്കുക. യു ഡോണ്ട് ലൈക്ക് ടീ ഓർ കോഫി, ദെൻ യു ഡ്രിങ്ക് മിൽക്ക്, അങ്ങനെയാണെങ്കിൽ നീ പാല് കുടിക്കുക. അവൻ ഈ മുറി ഇഷ്ടമല്ല, അങ്ങനെയാണെങ്കിൽ അവൻ അടുത്ത മുറിയിൽ താമസിക്കട്ടെ. അവൻ അടുത്ത മുറിയിൽ താമസിക്കട്ടെ. ഹീ ഡസൻറ്റ്, അപ്പോൾ അവൻ ഹീ ഷീ ഇട്ട് വരുമ്പോൾ ഡോണ്ട് വരില്ല. ഡസൻറ്റ്. ഹീ ഡസൻറ്റ് ലൈക്ക് ദിസ് റൂം, then let him stay in the next room.
അങ്ങനെയാണെങ്കിൽ അവൻ അടുത്തും താമസിക്കട്ടെ. ഇട്ടേ എന്നുവെച്ചാൽ ലെറ്റ് ഹിം സ്റ്റേ ഇൻ ദി നെക്സ്റ്റ് റൂം. ഹീ ഷീ ഇറ്റ് വരുമ്പോൾ ഡോണ്ട് യൂസ് ചെയ്യത്തില്ല, ഡു നോട്ട് യൂസ് ചെയ്യത്തില്ല. അതിന് പകരം ഡസ് നോട്ട്, ഡസൻറ്റ്. ഹീ ഡസൻറ്റ് ലൈക്ക് ദിസ് റൂം. ദെൻ അങ്ങനെയാണെങ്കിൽ ലെറ്റ് ഹിം സ്റ്റേ ഇൻ ദി നെക്സ്റ്റ് റൂം. അവൻ അടുത്ത മുറിയിൽ താമസിക്കട്ടെ. ലെറ്റ് ഹിം സ്റ്റേ ഇൻ ദി നെക്സ്റ്റ് റൂം. ഹീ ഡസ് നോട്ട് ലൈക്ക് ദിസ് റൂം. ദെൻ ലെറ്റ് ഹിം സ്റ്റേ ഇൻ ദി നെക്സ്റ്റ് റൂം. പറഞ്ഞു നോക്കിയേ, കൂടെ പറയൂ, പയ്യെ പറയുക. ഹീ ഡസ് നോട്ട് ലൈക്ക് ദിസ് റൂം. ദെൻ ലെറ്റ് ഹിം സ്റ്റേ ഇൻ ദി നെക്സ്റ്റ് റൂം. ഒന്നുകൂടി പറഞ്ഞേ. ഹീ ഡസൻറ്റ് ലൈക്ക് ദിസ് റൂം. ദെൻ ലെറ്റ് ഹിം സ്റ്റേ ഇൻ ദി നെക്സ്റ്റ് റൂം. അത്ര തന്നെ, ഇത്രയേ ഉള്ളൂ. അടിപൊളി ഇംഗ്ലീഷായി. പ്രാക്ടീസ് ചെയ്താൽ മതി. ഇന്ന് അവധിയാണ്, അങ്ങനെയാണെങ്കിൽ നീ വീട്ടിലേക്ക് പോരും, നീ ഇങ്ങോട്ട് പോരും. ഇന്ന് അവധിയാണ്, അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ. ടുഡേ ഈസ് ഹോളിഡേ, ദെൻ യു കം ഹിയർ. ടുഡേ ഈസ് ഹോളിഡേ, ദെൻ യു കം ഹിയർ. ടുഡേ ഈസ് എ ഹോളിഡേ, ദെൻ യു കം ഹിയർ. അല്ലേ? ഒന്നിട്ട് പറഞ്ഞ്, ടുഡേ ഈസ് എ ഹോളിഡേ, ദെൻ യു കം ഹിയർ. ഇന്ന് അവധിയാണ്, അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങോട്ട് പോരൂ. ടുഡേ ഈസ് ഹോളിഡേ, ദെൻ യു കം ഹിയർ. ഹീ ഈസ് എ ഡോക്ടർ, ദെൻ വി മസ്റ്റ് ഒബേ ഹിസ് വേർഡ്സ്. അദ്ദേഹം ഡോക്ടറാണ്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ അനുസരിക്കണം. അദ്ദേഹം ഒരു ഡോക്ടറാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരുടെ വാക്കുകൾ അനുസരിക്കണം. ഹീ ഈസ് എ ഡോക്ടർ, then we must obey his words. He is a doctor, then we must obey his words. That's all friends. ഇതുപോലെ തന്നെയാണ് ഓരോ സെൻറ്റൻസ് ഓരോ ദിവസം പ്രാക്ടീസ്. Very soon you will talk in English. We will meet in the next video. Bye from your James.